കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു വയനാട് പ്രതിഭാസ ഫണ്ടിലെ കണക്കിലെ പൊരുത്തക്കേട്. കണക്കൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ എന്ന് അണികളടക്കം ചോദിക്കുന്നുണ്ട്. പണം എത്ര, ആപ്ലിക്കേഷൻ എവിടെ എന്നതിലെല്ലാം ഒരു വ്യക്തത അങ്ങോട്ട് വന്നിട്ടില്ല. ആപ്പുമില്ല, ഫണ്ടുമില്ല, വീടുമില്ല, പിരിച്ചതിന്റെ കണക്കുമില്ല എന്നതടക്കം സൈബറിടങ്ങളിലും കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ഇനി ഫണ്ട് പിരിക്കില്ലെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. പണം നൽകി സ്വീകരിക്കുമെന്ന് വി.ഡി പറയുന്നു. രാഹുലിനെയും പ്രിയങ്കയും വരെ വിമർശിച്ച് കാരശ്ശേരി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലെത്തിയപ്പോൾ ഫണ്ട് വിവാദം കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്തുകയാണോ? ഫണ്ട് ആക്രമണത്തിൽ കോൺഗ്രസിന്റെ ന്യായീകരണം തൃപ്തികരമാണോ? കോഴിക്കോട് നിന്ന് ആകാശ തലത്തിൽ ജനങ്ങളോട് ചോദിക്കും. ഇതിന്റെ വിവരങ്ങൾ. മുണ്ടക്കൈ ചുരമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പിരിച്ച ഫണ്ട് അത് വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ അതിന് വിശദീകരണമായി തന്നെ കോൺഗ്രസ് രംഗത്ത് വന്നു. എന്നാൽ ഈ കണക്കുകൾ തൃപ്തികരമാണോ? പൊതുജനങ്ങളോട് ചോദിക്കാം. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയും തുടങ്ങിയ തട്ടിപ്പല്ല. പാവപ്പെട്ട ആളുകളെ പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി. അത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ് അവരുടെ നേതാക്കളുടെ. ഇപ്പം വയനാട്ടിൽ ഭൂമിയെടുത്തു, പക്ഷേ അവിടെ വീട് വെച്ച് കൊടുക്കാമെന്ന് വാഗ്ദാനങ്ങൾ നൽകുമല്ലാതെ ഇന്ന് വരെയായിട്ട് അവിടെ ഒരു കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ആകെ 24 ആളെ ലിസ്റ്റ് എന്താണ് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ വന്ന കണക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലല്ലല്ലോ. പല കോലത്തിലാണ് കോൺഗ്രസിനെ പോലെ വലിയൊരു സംഘടന പിരിച്ചുണ്ടാക്കുന്ന ഇത്ര പൈസയാണ് ഉണ്ടാവുക. ഉണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ടിലാണ് മറ്റു വിശദാംശങ്ങൾ കാണിക്കണം. അവിടെ കല്ലിട്ട് പോകുമല്ല, അവിടെ ഒരു വീടുണ്ടാക്കാൻ കഴിയാത്ത ആൾക്കാർ ഇവിടെ 3000 രൂപ പെൻഷൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിക്കാൻ വീണ്ടും ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നതെന്നുള്ളത് ശ്രദ്ധയാണ്. അത് ജനാധിപത്യത്തിന് ആ ശ്രദ്ധ വേണം. നമ്മളെ പറ്റിക്കുന്ന, നമ്മളെ മുന്നിൽ കല്ലിട്ടിട്ട് ഓടിക്കളയുന്ന, നമ്മളെ പൈസ വാങ്ങിയിട്ട് നമ്മളെ പൈസ പിരിച്ചിട്ട് അതിൻ്റെ കണക്ക് കാണിക്കാതെ ഇനി ഇത്രയും ആൾ ചോദിച്ചതിന് ശേഷം ആളെ പറ്റിക്കാൻ വീണ്ടും ഒരു കണക്കെടുത്ത് കാണിക്കുന്ന രാഷ്ട്രീയം പറയുന്നത് അങ്ങനെ ഒരു കോമാളിക്കളിയല്ല. അതിനങ്ങനെ കോമാളികളുടെ കൈ കൊടുക്കാനുള്ളതല്ല. KPCCയുടെ ഈ ഫണ്ട് വസ്തുതാപരമായിട്ട് അവർ പിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ അതിന് വ്യക്തമായ കണക്ക് ജനങ്ങളുടെ ഇടയിൽ പിരിച്ച പൈസ ജനങ്ങളുടെ മുമ്പിൽ അതിന് കണക്ക് അവതരിപ്പിക്കണം. മറ്റുള്ള ഫണ്ട് അവരെ പാർട്ടി പൊളിറ്റിക്കൽ കാര്യങ്ങൾക്ക് പിരിച്ചതല്ലല്ലോ. സാധാരണക്കാരനായ ജനങ്ങളെ ഒരു ദുരിതത്തിൻ്റെ പേര് പറഞ്ഞ് പിരിച്ച പൈസ. അപ്പോൾ അതിന് വ്യക്തമായ കണക്ക് അവർ അവതരിപ്പിക്കണം. ആ കണക്ക് അവർ പുറത്തു വിടണം. ഈ മൊത്തം ഈ ലിസ്റ്റിനകത്ത് നമുക്കൊരു ക്രമക്കേട് തോന്നുന്നുണ്ട്. ആപ്പൊക്കെ എടുത്ത് നമുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ അതിൻ്റെ ലിസ്റ്റ് ട്രാൻസാക്ഷനൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ക്രമക്കേട് നമുക്ക് തോന്നുന്നുണ്ട്. അത് തന്നെ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊരു പൂർണ്ണമല്ല കണക്കുന്നു. ഒരു തട്ടിക്കൂട്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം പെട്ടെന്ന് ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം തട്ടിക്കൂട്ടി എന്തോ സാധനം ഇറക്കി വിട്ട് അത് ജനങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു സാധനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കെടുതിയായിരുന്നു. ആ കെടുതിയെ വെച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു അഴിമതി നടത്തി ആ അഴിമതിയിലൂടെ ഇലക്ഷൻ്റെ ഫണ്ട് കണ്ടെത്തുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് കേരളത്തിനകത്ത്.